ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. പുതിയ നിയമത്തിൽ കൃതജ്ഞതാപൂർവം അനുസ്മരിക്കപ്പെട്ട മനുഷ്യസ്നേഹിയും സാമൂഹിക പ്രവർത്തകയുമായ പേടമാൻ എന്ന് അർത്ഥമുള്ള തബീത്ത, പ്രേഷിത ദൗത്യത്തിനായി കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരെ ഏർപ്പാടാക്കിയപ്പോൾ അവരോട് അരുളി ചെയ്തു, രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം. തബീത്തയുടെ മരണവാർത്ത അറിഞ്ഞ് പത്രോസ് ശ്ലീഹ യോപ്പയിൽ എത്തി. ദുഃഖത്തിലും മനോവ്യഥയിലുമായിരുന്ന എല്ലാവരെയും പുറത്താക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞു, തബീത്തയെ എഴുന്നേൽക്കുക. അവൾ കണ്ണു തുറന്നു. വിശുദ്ധ പത്രോസിന്റെ മരിച്ചവരെ ഉയർപ്പിച്ച ആദ്യത്തെ അത്ഭുതം. ദൈവത്തിന് സ്തുതി. തബീത്തയുടെ മരണം പ്രത്യാശാപൂർവമായിരിക്കണം. കർത്താവിൽ മരിക്കുന്ന മൃതർ ഭാഗ്യമുള്ളവർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. വെളിപാട് പുസ്തകം 14:13. മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ ആരും ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഈ നിത്യ യാഥാർത്ഥ്യം മറന്നുപോകാതെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വിശ്വാസികൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ട 4 സംഗതികളെക്കുറിച്ച് പറയുന്നു. മരണം, ന്യായവിധി, നരകം, സ്വർഗരാജ്യം. ഈ അവബോധം നമ്മളിലും വരും തലമുറകളിലും വളർത്തിയെടുക്കണം. മരണം നശ്വരമായ ശരീരത്തിൽ നിന്നുള്ള അനശ്വരമായ ആത്മാവിൻ്റെ താൽക്കാലിക വേർപാട് മാത്രമാണ്. യോപ്പയിലെ ആത്മീയ മുന്നേറ്റത്തിന് തബീത്തയുടെ പ്രവർത്തനങ്ങളും അവളുടെ മരണവും ഉയർപ്പും ആത്മീയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇടയായി. അനേകരുടെ വിശ്വാസത്തിനും ജീവിത നവീകരണത്തിനും അത് കാരണമായി. നമ്മൾ ഓരോരുത്തരും തബീത്തയെ പോലെ ശിഷ്യസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവരാണ്. തബീത്ത ഏതെങ്കിലും നേതൃസ്ഥാനത്തിന് മോഹിക്കുകയോ അതിനുള്ള അടവുകൾ പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല. നാം ലോകം വിട്ടു പോകുമ്പോൾ എപ്രകാരമുള്ള സ്മരണയായിരിക്കും അവശേഷിപ്പിക്കുന്നത്? എങ്ങനെ ജീവിച്ചു, ജീവിക്കുന്നു, എന്ത് പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ സ്മരണകൾ ഉണ്ടാകുന്നത്. 1, 2, 3 യാമത്തെ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ മനുഷ്യന്റെ 3 ജീവിത കാലഘട്ടങ്ങൾ ആണ് ഓർമ്മിപ്പിക്കുന്നത്. ജീവിതം മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള ഒരുക്കമായതുകൊണ്ട് പ്രതീക്ഷയോടും സന്തോഷത്തോടും മരണത്തെ സ്വീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ആർക്കും സഹിക്കാവുന്നതല്ല. അവർ ചെയ്ത നന്മ പ്രവർത്തികളെ അനുസ്മരിച്ചും അനുകരിച്ചും നമുക്ക് ജീവിക്കാം. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളിലും കുർബാനകളിലും അവരെ ഓർക്കുക. വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.